മദ്രസ അധ്യാപകൻ ആത്മഹത്യ ചെയ്തു എന്നതിനെ സംബന്ധിച്ച് ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല. എന്ത് സംഭവിച്ചാലും ഒരിക്കലും ആത്മഹത്യ ചെയ്യാതിരിക്കാം. രണ്ടാമത്തേത്, പ്രത്യേകിച്ച് ഉസ്താദുമാരുടെയൊക്കെ ശമ്പളം വളരെ കുറവാണ്. ജീവിത ചെലവ് വളരെ കൂടിയ ഈ കാലത്ത് അതിന് കാലോചിതമായ ഒരു വർധനവ് സാലറിയിൽ നൽകുക. അതിന് നിലവില് ആശ്രയിക്കുന്നത് കുട്ടികളുടെ വരിസംഖ്യയാണ്. ഈ വരിസംഖ്യയില് ആളുകളുടെ സാമ്പത്തിക നില അനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ വരുത്തുക. എല്ലാവർക്കും ഒരേ വരിസംഖ്യ പോലത്തെ കാര്യങ്ങൾ നല്ലതല്ല. മറ്റൊന്ന്, ഈ ഉസ്താദുമാരുടെ ബാക്കി സമയം ഉപയോഗപ്പെടുത്തി ഉസ്താദുമാരുടെ ഹുർമത്തിന് നിരക്കുന്ന തരത്തിലുള്ള ബിസിനസ്സുകളോ അതല്ലെങ്കിൽ മറ്റു സംരംഭങ്ങളോ ആരംഭിക്കാം. റീപാക്കിങ് മദ്രസയുടെയും അതുപോലെ പള്ളിയുടെ ഒക്കെ നേതൃത്വത്തിൽ നടത്തിയിട്ട് പുതിയ വരുമാനം കണ്ടെത്തുക. അങ്ങനെ വരുമാനം കണ്ടെത്തിയിട്ട് ഉസ്താദുമാരുടെ സാലറി വർദ്ധിപ്പിക്കാം, നന്നായിട്ട് വർദ്ധിപ്പിക്കാം. മാക്സിമം പറ്റുന്ന അത്രയും വർദ്ധിപ്പിച്ചിട്ട് അവർക്ക് ഒരു അഭിമാനകരമായ ജീവിതം നയിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക. അവര് ഈ ജോലി ചെയ്തുകൊണ്ട് ദീനീ സേവനം ചെയ്യുന്നത് നമുക്കും കൂടി വേണ്ടിയിട്ടാണ്. മതപരമായ ഇൽമ പഠിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോ വ്യക്തികളുടെയും ബാധ്യതയാണ്. ആ ബാധ്യതയാണ് നമ്മൾ ഉസ്താദുമാരെ ഏൽപ്പിക്കുന്നത്. ഇതിന് നമ്മൾ ഓരോരുത്തരും നാളെ ചോദ്യം ചെയ്യപ്പെടുമെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് എല്ലാ ആളുകളും മഹല്ല് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഉസ്താദുമാരുടെ സാലറി വർദ്ധിപ്പിക്കാനുള്ള ഒരു നടപടിയിലേക്ക് കടക്കുക. ഇങ്ങനെയൊക്കെ ഉസ്താദുമാരുടെ ജീവിത നിലവാരം വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാം.